അസ്സലാമു അലൈക്കും, നമസ്കാരം. ഷിയാബാണ്. പിന്നെ ഞാനിപ്പോൾ ഒന്ന് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യത്തിന് പോവുകയാണ്. അപ്പോൾ ഞാനുള്ളത് എൻ്റെ നാട്ടിലെ പാലപ്പെട്ടിക്ക് അടുത്തുള്ള അജ്മീർ നഗറിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ അജ്മീർ നഗറിൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഇവിടെ ചെന്താര എന്ന് പറയുന്ന നമ്മുടെ ഒരു ഗ്രൂപ്പിൻ്റെ എല്ലാ വർഷവും അവർ റിലീഫ് നൽകാറുണ്ട്, ഒരു കിറ്റ് നൽകാറുണ്ട്. ആ കിറ്റിലെല്ലാം ഉണ്ടാവാറുണ്ട്, നമുക്കിപ്പോൾ കാണാം. അതിൻ്റെ ഒരു ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളുടെ ഒരു വളരെ നല്ല ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൽ എന്നെ തന്നെ ഗസ്റ്റായിട്ട് വിളിച്ച് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ എന്തായാലും അവരെ പുറത്തല്ല, അവരെ കൂടെയുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു പരിപാടിക്ക് നമ്മൾ കാറൊന്നും എടുത്തു വന്നില്ല, നമ്മൾ 2 വീലർ എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. കാരണം നമ്മളൊരാളാണ്, അപ്പോൾ നമ്മൾ ആ ഒരു ടീമിൽ ഒരാൾ തന്നെയാണ്. നമ്മുടെ നാട്ടുകാർ ചെയ്യുന്ന നല്ലൊരു പ്രവൃത്തിയാണ്. അവർ ഈ ഒരു കിറ്റ് മാത്രമല്ല, അവർ ഈ നാട്ടിലെ ഇതുപോലെ തന്നെ ഒരുപാട് ജനങ്ങൾക്ക് ആവശ്യമായ, പാവങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നൊരു സംഘടനയാണ് ചെന്താര. അതിലൊരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ആ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഞാൻ പോവാണ്. എൻ്റെ കൂടെ സഫ്വാനും ഉണ്ട്. നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അത് കഴിഞ്ഞ് സഫ്വാനായിട്ട് ഞാൻ നേരെ വണ്ടി എടുത്തിട്ട് നമ്മുടെ കിറ്റ് നൽകുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഭംഗിയെക്കുറിച്ച് എന്നോട് പറയണം, എങ്ങനെയുണ്ട് നമ്മുടെ ബീച്ചിൽ നിന്ന് ഞാൻ സഫ്വാനോട് ചോദിക്കുകയാണ്. അപ്പോൾ സഫ്വാൻ പറഞ്ഞു, ബീച്ചിൽ പല സ്ഥലങ്ങളും പോയിട്ടുണ്ട്, ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു അവസ്ഥ കൂടി പറഞ്ഞു കൊടുത്തു. കാരണം ഈ ബീച്ച് നമ്മൾ ഈ കാണുന്ന കടലിവിടെ തൊട്ടടുത്ത് കാണുന്നുണ്ടല്ലോ, എത്രയോ അപ്പുറത്തായിരുന്നു. ഒരുപാട് വീടുകൾ ഇവിടെ കടലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നല്ല റോഡുകൾ അപ്പുറത്തുണ്ടായിരുന്നു, അതൊക്കെ കടലെടുത്തു. അതൊക്കെ കടലിൻ്റെ ഒരു മനക്ഷോഭം വഴി കുറേ വീടുകൾ പോയി, കുറേ സ്ഥലങ്ങൾ പോയി. നമ്മുടെ റോഡിൽ ഈ റോഡ് ഇങ്ങനെയല്ല, അപ്പുറത്തും കൂടി ഒന്ന് റോഡ്, ആ റോഡൊക്കെ നല്ല പോയി. ഇപ്പോഴത്തെ റോഡ് എന്നെ പൊളിച്ചിട്ടുണ്ടല്ലോ, ശരിക്കും ഒരു ഡേഞ്ചർ വഴി കൂടി നമ്മൾ പോയി. ആ പള്ളിയുണ്ടോ സപ്പോനെ? ആ പള്ളി ഏകദേശം ബാക്ക് സൈഡൊക്കെ പോയി കണ്ടാ, ബാക്ക് സൈഡൊക്കെ പോയി. സാധിക്കുക ഇവിടെ ഉണ്ട് കേട്ടോ റാഫിയെ. ഇവിടെ കിറ്റുകളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ റാഫിയുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഒരു മേശ, ഈ കവറെല്ലാം വെച്ച കവറൊക്കെ നല്ല വൃത്തിയിൽ അടക്കി വെച്ചിട്ട് വേണമല്ലോ കൊടുക്കാൻ. അപ്പോൾ ഒരു മേശ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുകയാണ്. നോക്കുമ്പോൾ അത് നടക്കണില്ല. അപ്പോൾ വേറൊരു ചെറിയ മേശ അവിടെ നിന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞ്, റാഫിയുടെ സുഹൃത്ത് റാഫിയുടെ വീടാണ്. റാഫിയുടെ വീട് ഇപ്പോൾ ബാദുഷക്കാരുടെ വീട് നമ്മൾ പിന്നീട് കാണിക്കാം. അതിൻ്റെ അടുത്തൊരു വീട് പണി കഴിയുന്നുണ്ട്, പണി കഴിഞ്ഞിട്ടില്ല. പോവാനെ എന്നെങ്ങനെയുണ്ട് നമ്മുടെ അജ്മീർ നഗർ നമ്മുടെ സ്ഥലം? ഈ എവിടെയൊക്കെ ബീച്ചിൽ പോയിട്ടുണ്ട്? ഇപ്പൊ ഇവിടെ ഈ കാറ്റാടി ഇപ്പൊ അടുത്ത കാലത്ത് വെച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ സഫ്വാന് നമ്മുടെ പള്ളി അജ്മീർ നഗർ പള്ളി കാണിച്ചു കൊടുക്കരുത്. കാരണം പള്ളി കടക്ഷോഭത്തിൽ പോയിട്ടുണ്ടല്ലോ, ബാക്ക് സൈഡൊക്കെ മൊത്തത്തിൽ പോയി. അപ്പോൾ അത് ഞാൻ കാണിച്ചു കൊടുക്കരുന്നു. തീരദേശ മേഖലയിൽ ജനങ്ങളുടെ വലിയൊരു ആവശ്യമാണ് നല്ലൊരു കടൽഭിത്തി. ചില സമയങ്ങളിൽ ഇവർ വരും, പല തവണയായിട്ട് ഫണ്ട് മുടക്കിയിട്ട് പിന്നെ അത് പോണതിനേക്കാൾ നല്ലത് ശാസ്ത്രീയമായിട്ട് നല്ല രീതിയിൽ ഇവിടെ കടൽഭിത്തി ഇട്ടാലേ ഇവിടെ കാലകാലങ്ങളായിട്ട് നിലനിൽക്കുള്ളൂ. ഇപ്പോൾ ചെല്ലാനം മോഡലൊക്കെ നല്ല വിജയമാണ്. ശരിക്കും ചെല്ലാനം മോഡലൊക്കെ വരണം, അതിന് കുറേ ഫണ്ട് വരും. പക്ഷേ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പല തവണ ഇടുന്നതിൻ്റെ പൈസ മതി. ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ കുറേ കാലം നിലനിൽക്കും. ചെല്ലാനത്തൊക്കെ ആ ഇട്ടത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആവട്ടെ. പക്ഷെ തുടർച്ചയായിട്ട് നൽകുന്നു. CR7 സെലിബ്രേഷൻ ഒന്ന് കാണിച്ചേ മോനെ. ഒന്നുകൂടി അങ്ങോട്ട് വാ. Come on. Yo. Okay. അത് കഴിഞ്ഞ് ഉസ്താദ് വന്ന് നല്ലൊരു കാര്യമാണല്ലോ, ദുആ ചെയ്ത് കാര്യങ്ങളെല്ലാം തുടക്കം വെച്ച് ബാദുഷക 2 വാക്ക് സംസാരിച്ച് നമ്മുടെ പ്രിയ സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ ആദ്യത്തെ ഒരു കിറ്റ് നൽകി ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കലാകാരനുമായ കേരളത്തിൽ തന്നെ ഇപ്പോൾ എത്തിച്ചറിയിക്കുന്ന ഒരു കലാകാരനുമായ നമ്മുടെ സ്വന്തം പ്രദേശത്തിലെ 14 വർഷമായി, 12ാമത്തെ വർഷമാണ് ഇവർ റിലീഫ് കൊടുക്കുന്നത്. ഇനി ഒരുപാട് വർഷങ്ങൾ ഇതുപോലെ നമ്മുടെ ബന്ധപ്പെട്ടവരുടെ കൈകളിൽ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയട്ടെ. എന്തായാലും എല്ലാവിധ ആശംസകളും നേടും. ഫുട്ബോളിക്കോ 2 ആൾക്കാരും
രണ്ടാളും നല്ല ഉഷാറിലേക്ക് നല്ല മൈ ഡിയർ ബ്രോ, മൈ ഫ്രണ്ട്. ഇത് എൻ്റെ ഫ്രണ്ട് റഫാക്കി. സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചാണ്. സ്കൂളിൽ പഠിച്ചതല്ല, അല്ലാണ്ട് നമ്മള് ഞാൻ അവിടെ നമ്മുടെ അരി കൊടുക്കുന്നുണ്ടോ അപ്പം അങ്ങോട്ട് വിളിക്കാൻ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ചെന്താരയുടെ ഒരു അരി കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ട് പോയത് ഞാൻ വണ്ടി ശരിയാക്കുന്നു. വണ്ടിമക്കായ എവിടെ എടുക്കുന്നു? അതാണോ ഇതിന്റെ ഹാർട്ടാണ്. നിങ്ങൾ ഒരുമിച്ച് പഠിച്ചാൽ നിങ്ങൾ എന്നും നമ്മുടെ പാലപ്പെട്ടി ഹോട്ടലിൽ കാണാറുണ്ട്. പച്ചല്ലേ ഇതാണോ നിങ്ങളെവിടെ? നിർത്തിയാ? സാധനം ഇല്ല. അപ്പൊ അത് വലിപ്പായില്ലേ കാര്യത്തിൽ? അവിടെ നോക്കിയാ, അവിടെ നോക്കിയാ, അവിടെ ഇറങ്ങി ഞങ്ങള് അപ്പുറം തന്നിട്ട് ആ ഭാഗത്തൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് ഇനി നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വരാം. ബൈ.